റീൽസ് ചെയ്യുന്ന തന്ത്രിമാരെ കണ്ടിട്ടില്ല. ഫുള്ള് അറബി പാട്ട്, മാപ്പിള പാട്ടുകൾ എല്ലാം ചെയ്യുന്നത്. അതുമായിട്ടുണ്ടായ ബന്ധം എന്ന് പറയുന്നത് ഒരു അഭേദ്യമായ ബന്ധമാണ്. കാര്യം എന്ന് പറഞ്ഞാൽ അന്ന് എന്നോട് പഠിച്ചിരുന്ന ഒട്ടുമിക്ക സുഹൃത്തുക്കളും മുസ്ലിം സുഹൃത്തുക്കളായിരുന്നു. കൊട്ടാരക്കര സ്ട്രീറ്റിലെ സുനിൽ, അനീഷ്, പിന്നെ അങ്ങനെ പറയുന്ന ഷമീന, ഇങ്ങനെയൊക്കെ പറയുന്ന കുറേ സുഹൃത്തുക്കളുണ്ടായിരുന്നു. അന്ന് ഇവരോടെല്ലാം ഉള്ള സഹകരണം ഞങ്ങൾ ഒരുമിച്ച് ഇരുന്നുള്ള ഭക്ഷണം മുന്നിലെ റാവുത്തറ മുന്നിലെ സുല്ലും ഞാനൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു പാത്രത്തെ എന്നായിരുന്നു ഭക്ഷണം കഴിക്കുന്നത്. അന്ന് ഈ ജാതി ഭേദം മതദ്വേഷം ഇപ്പോഴും ആ ബന്ധം അതുപോലെ കീപ്പ് ചെയ്തുകൊണ്ട് പോകുന്നുണ്ട്. എപ്പോൾ അവിടെ വെച്ച് ഞാൻ അതിലെ വന്നാലും ഞാൻ അവനവിടെ ഉണ്ടെങ്കിൽ അവിടെ നിർത്തി അവൻ്റെ അടുത്ത് സംസാരിക്കാതെ പോലത്തില്ല. അതുപോലെ അനീഷ്, പിന്നെ അവിടെ സംസം ഹോട്ടലല്ലേ എൻ്റെ അടുത്ത് നിസാമ, ഇവരെല്ലാവരും ബന്ധം എന്ന് പറഞ്ഞാൽ ഒരിക്കലും നമുക്ക് പിന്നെ നമ്മുടെ ഇറച്ചി വെട്ടുന്ന തടിയനില്ലേ സ്ട്രീറ്റിൽ ചുരുമ്പം ലെഫ്റ്റ് സൈഡിൽ മറ്റേ നല്ല തടിയുള്ള പേര് മറന്നുപോയി. അവരെ ഞങ്ങളെല്ലാം ഒരുമിച്ച് ഒരു ബെഞ്ചിരുന്ന് പഠിച്ചവരാ. ഇവർ വിചാരിക്കും ഞാനതൊക്കെ പഠിച്ചു വെച്ചിട്ടാണ്. എൻ്റെ നാട്ടുകാരനാണ് കേട്ടോ. ഞങ്ങൾ 2 സ്റ്റോപ്പിന് ഇപ്പുറത്തുള്ളൊരു ബന്ധമാണ്. എന്നാൽ ഇന്നാണ് എടുക്കാൻ തോന്നിയെന്ന് ചോദിച്ചാൽ, കാര്യം നമ്മുടെ ചാനലിലെ ഒരു ഇതെന്ന് പറയുന്നത് മിനി സ്ക്രീനിലെ ആൾക്കാരെയാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. സീരിയൽ സിനിമ താരങ്ങളുടെ മാത്രമേ എടുത്തിട്ടുള്ളൂ. ഫസ്റ്റ് ടൈമാണ് നമ്മൾ ഇങ്ങനെ ഒരു ജോത്സ്യൻ്റെ ഒരു ഇൻ്റർവ്യൂ എടുത്തിട്ടുണ്ട്. ഹരി പത്തനാപുരത്തിൽ എടുത്തിട്ടുണ്ട്. പക്ഷേ ഇത്രയും ഗിഫ്റ്റ് കിട്ടിയ ഒരു ജോത്സ്യനെ ആദ്യമായിട്ടാണ് നമ്മൾ ഇൻ്റർവ്യൂ എടുക്കുന്നത്. നമുക്ക് വേണ്ടി 2 പേര് മാപ്പിള പാട്ട് പാടണം. തീർച്ചയായിട്ടും നിർബന്ധം, അത് പാടിയേ പറ്റും. കാര്യം അതിലൊക്കെ ഫസ്റ്റ് കിട്ടിയ ആളല്ലേ. ഫേവറേറ്റ് ആയിട്ടുള്ളുണ്ട്. അനുഗ്രഹം വേറെ ഏതെങ്കിലും കൂടെ സംഗൃതവുമാരേക്ക് അറിയാമോ? സംഗൃത പമകരി തങ്കത്തുങ്കത്തതിങ്കീട ദിന്ദിമതിടമേ. ആ പാട്ട് മൊത്തം എനിക്കറിയാവുന്ന, ഞാൻ പാടിയിട്ടുള്ള പാട്ടാണ്. പക്ഷെ ഇപ്പം ഒരുപാട് കാലമായില്ലേ. അറിയാവുന്ന ഒരു 2 വരി ഫേവറേറ്റ് ആയിട്ടുള്ള, എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള ഒരു പാട്ട്. എത്തിമിന്നത്താനൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ. അതെല്ലാം ചെയ്തിട്ടുണ്ട്, പക്ഷെ ഓർക്കുന്നില്ല. പാട്ട് വരികൾ ഓർക്കുന്നില്ല. പക്ഷെ കുറെ എനിക്കൊന്ന് അദ്ദേഹത്തിന്റെ ഇൻസ്റ്റയിൽ കയറി കഴിഞ്ഞാൽ ഫുള്ള് എല്ലാം പാട്ട് മാത്രമല്ല. ഇന്നലെ ഒരു വിദ്വാൻ എന്നെ വിളിച്ചു കായംകുളത്ത് നിന്ന്. എന്തോ ഹിന്ദുവിന്റെ ഏതാണ്ട് വലിയ നേതാവാണ് എന്ന് പറഞ്ഞിട്ട് പുള്ളിയുടെ നമ്പരൊക്കെ ഞാൻ സേവ് ചെയ്തിട്ടുണ്ട്. പേര് അറിയാമോ? പേര് അറിയത്തില്ല. പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞ് എന്നെ അടിക്കും, വെട്ടും, ഹിന്ദുക്കൾക്ക് മൊത്തം ഒരു ആക്ഷേപമാണ്, മാപ്പിളപ്പാട്ട് കുറിയിട്ട് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ് പുള്ളി കുറെ ഡയലോഗ് പറഞ്ഞു. തൊപ്പിട്ടാ കന്തൂരായിട്ടുണ്ട് ചെയ്തിട്ടുണ്ടല്ലോ. കന്തൂരായിട്ടുണ്ട് ഞാൻ. എനിക്ക് ആ കന്തൂർ തന്നെ ഭയങ്കര ചരിത്രമാണ്. ഒരു വലിയൊരു ഷേഖ് ഫാമിലി പെട്ട ഒരാള് എനിക്ക് തയ്പ്പിച്ചിട്ട് തന്നെ 2 കന്തൂറ. അറബിമാരുടെ വേഷമാണ് കന്തൂർ എന്ന് പറയുന്നത്. അറബി വേഷം. ഈ ഗിഫ്റ്റ് അപ്പൊ അയാൾ പറഞ്ഞേക്കുന്നേ എന്റെ അടുത്ത് ചോദിച്ചു നിങ്ങൾ എവിടെയാ എന്റെ ചോദിച്ചു. അപ്പൊ ഞാൻ ചേട്ടന് പോയി എവിടെയാ? ഞാൻ അന്നേരം കായംകുളത്ത് പോകുന്നുണ്ട്. എന്റെ ദേശം കായംകുളത്ത് കാണാൻ കിട്ടിയ ആളെ അടിക്കും. ഞാൻ പറഞ്ഞു ചേട്ടൻ ഒരു കാര്യം, ഞാൻ കായംകുളം ബസ് സ്റ്റാൻഡ് തൊട്ടിപ്പുറത്ത് കൊണ്ടുപോകും, ആട്ടോ സ്റ്റാൻഡ്. അപ്പൊ ആട്ടോ സ്റ്റാൻഡിൽ നിർത്തിയിട്ട് ഞാൻ കാര്യം പറയാം. ഞാൻ അവിടെ നിന്ന് വരുന്ന ഇങ്ങോട്ട് തിരിയുന്ന കണ്ടോണ്ട് കായംകുളത്ത് ബസ് സ്റ്റാൻഡിന്റെ ഫ്രണ്ടിലെ ആട്ടോ സ്റ്റാൻഡിലെ നമ്മുടെ സുഹൃത്തുക്കൾ ചാടി വേണം എന്നെ കണ്ടോണേ. ചാടി കൊണ്ട് എവിടെ പോകുന്ന ചാടി വന്നേരം ഞാൻ അവിടെ നിർത്തി അവരുടെ സംസാരിച്ചിട്ടിരിക്കുമ്പോ ഈ ഫോൺ കോൾ വരും. ഞാൻ പറഞ്ഞ കായംകുളത്ത് ബസ് സ്റ്റാൻഡിന്റെ ഫ്രണ്ടിൽ ഞാൻ ആട്ടോ സ്റ്റാൻഡിലുണ്ട്, ഇങ്ങോട്ട് വന്നാ ഇപ്പൊ കാണാനില്ല. ചേട്ടന്റെ അഡ്രസ്സ് പറഞ്ഞ് ഇവിടെ നിന്നുള്ള ആരെങ്കിലും ആട്ടോക്കാർ സുഹൃത്തുക്കളെ കൂട്ടിയിട്ട് ഞാൻ ചേട്ടന്റെ വീട്ടിലോട്ടാണ്. അല്ല നിങ്ങളുടെ വീട്ടിലോട്ട് വരുന്നത്. ഞാൻ പറഞ്ഞു എന്റെ വീട് ഇന്നടത്താണ്, ഞാൻ ഫുൾ ടൈം അവിടെ കാണുന്ന ഒരാളെ ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. ഇതാണ് നമ്മുടെ മനുഷ്യന്മാർ. ഈ ജാതിയും മതവും പറഞ്ഞ് ഇന്നും ഇത്രയും വിദ്വേഷങ്ങൾ ഉണ്ടാക്കുന്ന എങ്ങനെ ആൾക്കാരുണ്ട്. ഇത്രയും വിഷയങ്ങൾ നടന്നിട്ട് ഇപ്പൊ ഇവിടെ ഈ നടന്ന ആ ഒരു ഉരുൾപൊട്ടലില് ആരാ സഹായിക്കുന്നേ? ജാതി നോക്കിട്ടാ. ഹിന്ദുവിനെ മുസൽമാൻ എടുത്തോണ്ട് പോകുന്നു, മുസൽമാനെ ഹിന്ദു എടുത്തോണ്ട് പോകുന്നു, ക്രിസ്ത്യാനിയെ മുസൽമാനെ ഹിന്ദു കൂടെ ഒരുമിച്ച് എടുത്തോണ്ട് പോകുന്നു. നമ്മൾ ഈ വീഡിയോകളൊക്കെ കാണുന്നില്ലേ? ഇവിടെ കൈ പിടിച്ചുകൊണ്ട് പോകുന്ന ഒരാളെ ആ ജാതി. കൊറോണ സമയത്ത് ഹിന്ദുവിന്റെ വീട്ടിൽ മുസ്ലിം ആയിരിക്കും ആഹാരം കൊണ്ടുകൊടുക്കുന്നത്, ചിലപ്പോൾ തിരിച്ചായിരിക്കും. എനിക്ക് അനുഭവം കൊറോണ സമയത്ത് ഒരുപാട് പേരുടെ ചോദിച്ചു, ഈ കൊറോണ കാലത്തിൽ നിങ്ങൾ എവിടെ ആയിരുന്നു? ജലപ്രളയം ഉണ്ടായപ്പോ എവിടെ ആയിരുന്നു? ആലപ്പുഴ 12 ക്യാമ്പിലേക്ക് വിടുന്ന എല്ലാ സാധനങ്ങളും ഒരു ട്രക്ക് നിറച്ച് ഇവിടുന്ന് കൊണ്ടുപോയി ഒരു ബോട്ട് എടുത്തിട്ട് കൊണ്ടുപോയി കൊടുത്ത ഒരാളാണ്. അതുപോലെ കൊറോണ സമയത്ത് ഈ നമ്മുടെ ഈ തൊട്ടടുത്ത പഞ്ചായത്തുകളിൽ മൊത്തം അന്ന് ശുചീകരണം നടത്തിയതും ഞാനാ. അത് നമ്മുടെ നേതൃത്വ പഞ്ചായത്തിൽ ചോദിച്ചാൽ അവിടുത്തെ ഭരണകർത്താക്കൾ പറയും. ഇപ്പം നമുക്ക് പുറത്ത് സോഷ്യൽ മീഡിയ കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. ഇപ്പം ഇങ്ങനെ ഒരു അവസ്ഥ വന്നതുകൊണ്ട് ഇപ്പം കുറച്ചു പേരെ അടുത്ത് വിളിച്ചു പറഞ്ഞു, തന്ത്രി ഇത് രഹസ്യമായിട്ട് കൊടുക്കരുത്, നിങ്ങൾ എല്ലാവരും അറിയണം. ചെയ്തു എന്ന് പറയുന്നല്ല, നമ്മൾ അറിയിക്കണം. അതുകൊണ്ട് മാത്രമേ അതിന്റെ അടിയിൽ വന്ന ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്, ഇയാൾക്ക് കള്ളപ്പണം കിട്ടുന്നതല്ലേ ഇയാൾക്ക് കൊടുത്തുകൂടെ.
അപ്പൊ എന്തുകൊണ്ട് ഇപ്പം ഒരാൾ ഒരു കൂലിപ്പണിക്ക് പോയാൽ അയാൾക്ക് ദിവസം 1000 രൂപയുണ്ട്. അതെ. ഒരു വീട്ടിൽ 4 പേര് പോകുമെങ്കിൽ അതിനകത്ത് 100 രൂപ വെച്ച് അവർ മാറ്റി വെച്ച് കൊടുക്കാം അല്ലേ? അതെ. ഒരു 4 കയ്യിൽ മേടിച്ചു കൊടുക്കാം അല്ലേ? ഇങ്ങനെ ചിന്തിക്കുന്ന എത്ര പേരുണ്ട്? കുറവാണ്, ചുരുക്കമാണ്. വിമർശിക്കാൻ എളുപ്പമാണ്. ഇപ്പൊ ഇദ്ദേഹം തന്നെ എത്രയോ വർഷമായിട്ട് തന്നെ അറിയാം. കുട്ടിക്കാലം മുതൽ അനീഷിനെ എനിക്കറിയാം, ആ അനീഷിന് എന്നെ അറിയാം അല്ലേ? അറിയാം. ആ ഒരു ബന്ധം അന്നും ഇന്നും ഇല്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. ഇടയ്ക്ക് എങ്കിലും ഒരു മെസ്സേജ് അയക്കാറുണ്ട് ഇദ്ദേഹം, എവിടെയാ എന്താ വിശേഷം, നാട്ടിലുണ്ടോ? അപ്പൊ ഞാനും തിരിച്ച് മെസ്സേജ് അങ്ങോട്ട് അയക്കാം. എപ്പോഴെങ്കിലും ഉള്ളത് ഒരു 4-5 മാസം കൂടുന്ന സമയങ്ങളിൽ മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ ഒരു വർഷം കൂടുമ്പോൾ. ഈ അങ്ങനെ പറയുമ്പോഴും ബെൻസൊക്കെ ഗിഫ്റ്റ് കിട്ടിയ ചരിത്രങ്ങൾ കേട്ടിട്ടുണ്ട്. ഈ ആ ബെൻസ് ഇവിടെ കാണുന്നില്ല. ബെൻസ് സർവീസിന് കൊടുത്തേക്കുവാ. അപ്പം തിങ്കളാഴ്ച കിട്ടും. അത് ആരാ തന്നെ? ആരാണ്? അതൊരു വിശാല മനസ്കനായ ഒരാളാണ്, അങ്ങനെ ആളെ പറയാൻ പറ്റത്തില്ല. അല്ല, അതും എനിക്കൊന്ന് അറബി ഇവിടെ മലയാളിയാണോ? അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു സംഘം നടക്കാതിരുന്നു. അപ്പൊ ഇവിടെ എന്നെ പുള്ളി കാണാൻ വന്ന സമയത്ത് എൻ്റെ അടുത്ത് പറഞ്ഞു, തന്ത്രി എന്റെ ഈ സംഗതി നടക്കുന്നുണ്ട്. ഞാൻ വന്ന ബെൻസ് അദ്ദേഹം ബെൻസ് വന്നാൽ എനിക്കറിയത്തില്ലേ ഇദ്ദേഹത്തിന്. ഞാൻ പറഞ്ഞു ബെൻസിന് വേണ്ടിയിട്ടല്ല, നിങ്ങളുടെ ഈ കാര്യം ഞാൻ നടത്തത്തില്ല എന്ന് പറഞ്ഞ് 14 ദിവസം പുള്ളിയുടെ കാര്യം നടന്നു. പുള്ളി ബെൻസോടെ കൊണ്ടുവന്നിട്ട് താക്കോൽ തന്നിട്ടില്ലേ? പേര് മാറിയത് ഈ അടുത്ത സമയത്താണ്. ഇല്ല, അതൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ താങ്കളുടെ വളർച്ചയിൽ ഭയങ്കര സന്തോഷമുണ്ട്. എങ്കിലും നമ്മുടെ പ്രേക്ഷകരോട് ആ ഏതെങ്കിലും ഒരു പ്രവചനം എടുത്തു പറയണമെങ്കിൽ ഏതായിരിക്കും ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാൻ പോകുന്നത്? ശരിക്കും നമ്മൾ ഒരുപാട് കാര്യങ്ങൾ 2023 പറഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മൾ ഇനി ചിന്തിക്കേണ്ട ഒരു കാര്യം, നമ്മൾ മനുഷ്യനെ പരസ്പരം സ്നേഹിക്കാൻ പഠിക്കുക. ഇതൊരു പ്രവചനമായിട്ട് തന്നെ കൂട്ടുക. ഇനി വരാൻ പോകുന്ന വിപത്തുക്കൾ എന്ന് പറയും പരസ്പരം വിദ്വേഷവും, മതമായാലും വ്യക്തികളായാലും. ഇപ്പൊ ഞാൻ തന്നെ പറഞ്ഞില്ല നിസ്സാരം എന്ന് പറഞ്ഞു. അതുപോലെ മാനസിക വെറി പൂണ്ട മനുഷ്യനായി മാറും. അത് നമ്മുടെ ഭക്ഷണത്തിന്റെ ആയിരിക്കും, ഇല്ലെങ്കിൽ നമ്മൾ വളർന്നിരുന്ന ചുറ്റുപാടുകളായിരിക്കും. ഇതൊക്കെ ആയിരിക്കും ഇനി വരാൻ പോകുന്ന വിപത്തുക്കൾ അല്ലേ? നമ്മളിപ്പോ കണ്ടുവരുന്നില്ലേ? ഓരോരുത്തരും ജാതി പറഞ്ഞാൽ പരിചയപ്പെടുന്നത്. ഞാനിപ്പോ എടുത്തു പറഞ്ഞു, കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എല്ലാവർക്കും സംശയം ഞാൻ നമ്പൂരിച്ചനാണോ ബ്രാഹ്മണനാണോ. ബ്രാഹ്മണൻ എന്താണെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. ഞാനൊരു ഹീറോൻ SNDP-കാരനാണ്. അതുകൊണ്ട് അവിടെ ശ്രീനാരായണന്റെ ഫോട്ടോ വെച്ചേക്കണം. എനിക്ക് വെക്കത്തില്ലല്ലോ, ഇല്ലെങ്കിൽ ഏതെങ്കിലും കുടുംബമുള്ളവരാക്കുള്ള തലയെല്ലാം അവിടെ വെക്കും. അപ്പം നമ്മൾ നമ്മളായിട്ട് ജീവിക്കാൻ ശ്രമിക്കുക. മറ്റൊരാളെ കുറ്റം പറയുമ്പോഴും മറ്റൊരാളെ അസഭ്യം പറയുമ്പോഴും നമ്മൾ ചിന്തിക്കുക, നമ്മൾ ആരാണ്, നമ്മൾ ഈ ലോകത്തിന് വേണ്ടിയിട്ട് അല്ലെ നമ്മുടെ സഹജീവികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതൊന്നും ചിന്തിക്കണ്ടേ? നമ്മൾ എന്തായിരുന്നു ചിന്തിക്കണം. അനീഷ് ഇപ്പോൾ ഒരാളെ കുറ്റം പറയുന്നു. അനീഷിന്റെ കുറെ ഇന്റർവ്യൂകൾ ഞാൻ ഈ അടുത്ത സമയത്ത് ഒരു ഇന്റർവ്യൂ ഉണ്ട്. അതായത് ഞാൻ അന്വേഷണം ശരിക്കും ഒന്ന് വിളിക്കണമെന്ന് വിചാരിച്ചു. ഭയങ്കരമായിട്ട് വയലന്റ് ആയിട്ട് ആ പെൺകുട്ടി എഴുന്നേറ്റ് പോകുന്നത്. അത് കഴിഞ്ഞിട്ട് വളരെ സിമ്പിൾ ആയിട്ട്, അതാണ് സൗഹൃദം ശരിക്കും അല്ലെ? നമ്മളെന്നാ ചോദിക്കേണ്ട കാര്യങ്ങളും ചോദിച്ചു. ഞാൻ സിമ്പിൾ ആയിട്ടായിരുന്നത്. അതല്ലേ സൗഹൃദം എന്ന് പറയുന്നത്. അപ്പം ഈ ആത്മസൗഹൃദം നമ്മൾ വളർത്തിയെടുക്കാൻ നോക്കും. ഇപ്പൊ അനീഷിനെ കുറ്റം പറഞ്ഞ എനിക്കൊന്നും കിട്ടത്തില്ല, എന്നെ അനീഷ് കുറ്റം പറഞ്ഞ അനീഷിനൊന്നും കിട്ടത്തില്ല. എന്നെ 4 പേരോട് അറിയും. ഞാൻ പറയട്ടെ, ഇപ്പം ഈ ആവശ്യമില്ലാത്ത കമന്റുകളും കാര്യങ്ങളും എല്ലാം ഒത്തിരി പേര് അടിച്ചുവിട്ടു. ഇതിന് ശേഷം കുറേയേറെ കോളുകൾ എനിക്ക് തോന്നുന്നു ആരും എന്നെ മോശമായിട്ട് പറഞ്ഞത്. ഇന്നലെ ഒരു വിദ്വാൻ വിളിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞതായിരുന്നു, ഹിന്ദുവിന്റെ ഏതോ വലിയ വക്താവാണ്. നമ്പരൊക്കെ ഞാൻ വളരെ രസകരമായിട്ടാണ് സേവ് ചെയ്തിട്ടേക്കുന്നത്. എന്താ സേവ് ചെയ്തിരിക്കുന്നത്? ഞാൻ പറയാം. അയാൾക്ക് എന്തെങ്കിലും കാര്യമുണ്ടോ? എന്ത് നേട്ടം അയാൾക്കുള്ള? അല്ല, ഈ സ്വർണങ്ങളോട് ഭ്രമമുണ്ടോ? അതോ? ഞാൻ അതൊരു രസകരമായ ഒരു കഥ പറഞ്ഞുതരാം. അതായത് ഇത് വ്യക്തമായിട്ട് ആളിനെ ഉൾപ്പെടെ പറയുന്നതെന്ന് പറഞ്ഞാൽ, ഇല്ലെങ്കിൽ ഞാൻ പറയുന്ന കള്ളമെന്ന് പറഞ്ഞു. അതെ, അത് തീർച്ചയായിട്ടും ആൾ ഉൾപ്പെടെ പറയണമല്ലോ. അതായത് കടക്കലിന് കിഴക്ക് ചിതറ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന്റെ നേരെ ഓപ്പോസിറ്റ് അവരെ ഇരട്ടപ്പേര് കുതിരയെന്നാണ് വിളിക്കുന്നത്. ഇങ്ങനെ പറഞ്ഞാൽ ആൾക്കാരറിയും. ഒരു ലേഡിയാണ്, മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഒരാള്. അവരുടെ വീട്ടിൽ സ്ഥിരം കള്ളം കയറും. ഭയങ്കര കോടീശ്വരിയാണ്. അന്നത്തെ കാലത്ത് മഹീന്ദ്രയുടെ ജീപ്പ് ഓടിച്ചുകൊണ്ട് നടക്കുന്ന ആളാണ്. അന്നേരം ആലോചിച്ച് നോക്കണം എന്തുമാത്രം സാമ്പത്തിക ശേഷിയുള്ള ഒരാളായിരിക്കും ഈ വ്യക്തി എന്ന്. അങ്ങനെ എന്നെ 10 വർഷം കൂടെ കഥയാണ്. അങ്ങനെ എന്നെ ഒരു കാണാൻ വരുന്നു. കാണാൻ വന്ന സമയത്ത് എൻ്റെ അടുത്ത് പറഞ്ഞു, തന്ത്രി എൻ്റെ വീട്ടിൽ കള്ളൻ കയറും, എനിക്ക് ഈ കള്ളനെ പിടിച്ചു തരണം. ഞാൻ നിങ്ങൾക്ക് ഒരു 5 പേരെ മാല കൊണ്ട് തരും. കള്ളനെ പിടിച്ചു തന്നു. അവരെ ബന്ധുക്കാരും സ്വന്തക്കാരും ഒക്കെ എൻ്റെ അടുത്ത് വരുന്നവരുണ്ട്, ഇന്നും വരുന്നുണ്ട്. ഞങ്ങളവിടെ പോയി ഒരു ക്രിയ ചെയ്തു. ഇത് വിശ്വസിക്കത്തിലൊരാള്. അതുകൊണ്ടാണ് ഞാൻ ഈ അറ്റംപുള്ളി അടയാള സഹിതം പറയുന്നത്. അപ്പൊ അവര് വീട്ടിൽ തന്നെയാണ് കർമ്മം നടന്നുകൊണ്ടിരിക്കുന്നത്. ഉറക്കത്തിൽ കിടന്ന കള്ളൻ എഴുന്നേറ്റ് ഒരു വീടിന്റെ പുറകെ വന്നു. അപ്പൊ ഞാൻ ഇങ്ങനെ കൈ കാണിച്ചു. പുറകിലുണ്ടെന്ന്.
ഭയങ്കര സൈസ് അവരൊരു വലിയൊരു ടോർച്ചും ഒക്കെ എടുത്ത് ചാടി. ആ സമയത്ത് തന്നെ കടക്ക സ്റ്റേഷനിൽ പോലീസ് ജീപ്പ് നൈറ്റ് പെട്രോളിംഗ് വന്ന വണ്ടിയുടെ ഫ്രണ്ടിൽ ഈ കള്ളനെ ഓടിച്ചിട്ട് പിടിച്ചു. പിറ്റേന്ന് താത്ത എനിക്ക് 5 പവന്റെ ഒരു മാല കൊണ്ട് തന്നു. വെറുതെ ഒരു തള്ളാൻ വേണ്ടിയിട്ടല്ല പറഞ്ഞ, അത് ആളിനെ സഹിതം പറയുന്നുണ്ട്. ഒരാൾക്ക് അന്വേഷിക്കണമെങ്കിൽ ആ സ്ഥലത്ത് അന്വേഷിക്കുമ്പോൾ അറിയാലോ. പണ്ട് ഇതുപോലെ ഒരാൾ വന്നോടന്ന് കർമ്മം ചെയ്ത് കള്ളനെ പിടിച്ചത് ഭയങ്കര ഫേമസ് ആയിരുന്നു. അപ്പൊ കർമ്മം ചെയ്ത് നമ്മള് കള്ളനെ വരെ പിടിക്കും. നമ്മള് വന്ന് പിടിച്ചിട്ടുണ്ട്. ഇന്നും പല കാര്യങ്ങളും ചെയ്യുന്നുണ്ടല്ലോ.